വയനാട് ദുരന്തം കഴിഞ്ഞ് 50 ദിവസമാകാൻ പോകുന്നു. എന്തുകൊണ്ട് കേന്ദ്ര സഹായം കിട്ടിയില്ല എന്ന് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിജിയോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴുള്ള മറുപടി ഒന്ന് കേട്ടെ. നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ എങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ അതെങ്ങനെയാണ് വരുന്നതെന്ന് അദ്ദേഹം പറയട്ടെ. നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിച്ചാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ, കേന്ദ്ര സഹായത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ. എന്നിട്ട് ചാനലിൻ്റെ മൈക്കേടി നോക്കിയിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ. ഒരു ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിയാണ്. അവിടെ പോയി ഫോട്ടോഷൂട്ടിനൊക്കെ വലിയ തള്ളൽ നടത്തിയതാണ്. ആ തള്ളൽ നടത്തി 50 ദിവസമാകുമ്പോൾ ഇതുവരെ 500ഓളം പേര് മണ്ണിനടിയിലായ ആ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനുശേഷം വിശ്വഗുരുവിനെയും പൊക്കി മറ്റൊരു ഫോട്ടോഷൂട്ടും അവിടെ നടന്നു. അത് കഴിഞ്ഞിട്ട് 1 മാസമാകാൻ പോകുന്നു. കേരളത്തിൽ നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും സമർപ്പിച്ചും കഴിഞ്ഞു. പക്ഷേ ഫോട്ടോഷൂട്ടിനപ്പുറം മറ്റൊരു കാര്യത്തിനും കൊള്ളാത്ത ടീംസാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ? മുഖ്യമന്ത്രിയോടാണത്രേ ചോദിക്കേണ്ടത്. കേന്ദ്ര സഹവാഴയെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. 24 മണിക്കൂറും ആവശ്യമുള്ളയിടത്തും ഇല്ലാത്തിടത്തെല്ലാം കേന്ദ്ര സഹമന്ത്രി സഹവാഴ എന്ന് പറഞ്ഞ് ഇടിച്ചു കയറാൻ നടക്കുകയാണ്. എന്നിട്ട് കേരളത്തിന് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായതിനു ശേഷം അതിനെ സംബന്ധിച്ച് ഒരു മറുപടി പറയാൻ പോലും കെൽപ്പില്ലാത്ത വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ? കേന്ദ്ര സഹവാഴ ആയതിനു ശേഷം ബഡ്ജറ്റിലൂടെ ഇപ്പോൾ തൃശ്ശൂരിന് കൊട്ടക്കണക്കിന് കൊണ്ടുവന്ന് തട്ടുമെന്ന് പറഞ്ഞു. ബഡ്ജറ്റ് വന്നുപോയി, ഒരു ചുക്കും കിട്ടിയില്ല. വിശ്വഗുരുവിനെ പൊക്കിക്കൊണ്ടുവന്ന് ദുരന്തമുഖത്ത് നിർത്തി വലിയ ഫോട്ടോഷൂട്ട്, കൊച്ചിനോടൊപ്പം നിർത്തിയുള്ള ഫോട്ടോഷൂട്ട്, ഇരിക്കുന്നു, നിൽക്കുന്നു, കിടക്കുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടും ഏറ്റവും ഒടുവിൽ ഒരു സഹതാപ ഡയലോഗുകൾ ഗീച്ചിയുള്ള ഒരു പ്രസംഗത്തിന് ശേഷം പൊടിയും തട്ടി പോയതാണ്. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ മീഡിയ ഓൺ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതുപോലെ ഇരിക്കും. നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിലവിളിയൊന്നും ഉയർന്നില്ലല്ലോ. മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ചിലരെടുത്ത് മാത്രമാണല്ലോ ഉണ്ടാവുക. കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ മാത്രമേ മാധ്യമ സ്വാതന്ത്ര്യമുള്ളൂ. കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് ചെവിക്കലിലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല, കിട്ടണതും വാങ്ങിച്ചുകൊണ്ട് വരും. കാര്യം ഇന്നലകളിൽ ആ രീതിയിലാണല്ലോ മൂട് താങ്ങി നടന്നത്. കേന്ദ്രമന്ത്രിയാണ് പോലും. ഈ നാടിന് ഒരു ഗുണമില്ലാത്ത ഒരു സഹവാഴ എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. ഒരു വാഴ മാറിയിട്ട് അതിനേക്കാൾ മണ്ടയടഞ്ഞ മറ്റൊരു വാഴ. നേരത്തത് ഒരു മരവാഴയായിരുന്നു, ഇനി വേണമെങ്കിൽ കുളവാഴ എന്ന് വിളിക്കാം. ആ അവസ്ഥയിലുള്ള ടീംസാണ്. നാടിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാറിയില്ല. ഒരു കസേരയിട്ട് അവിടെ ഇരിക്കും. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ കാറിൽ ചുറ്റിക്കറങ്ങി നടക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ പണി വേണ്ട, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പൊയ്ക്കോളാം, വരുമാനങ്ങൾ 4 സൈഡിൽ കൂടെ വരട്ടെ. ഇതൊക്കെയാണ് കാഴ്ചപ്പാട്. നന്മ നിറഞ്ഞ സഹവാഴയുടെ യഥാർത്ഥ രൂപമാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് തുടക്കത്തിൽ തന്നെ തെളിയിച്ചു. ചില അടിമ ഫാൻസുകാർക്ക് ഈ ഷോയൊക്കെ കാണുമ്പോൾ ഒരു കുളിര് കിട്ടും. അതിനപ്പുറത്തേക്ക് വെറും പാഴാണെന്ന് പിന്നെയും തെളിയിക്കുന്ന ഒരു വ്യക്തിത്വം.